മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 18/2/1995 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അത്തമാണ് നക്ഷത്രം. അത്തം 2-ാം പാദം. കന്നി ലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ, 2-ൽ രാഹു, 3-ൽ ഗുരു ഗുളികൻ, 4-ൽ ശുക്രൻ, 5-ൽ ബുധൻ, 6-ൽ സൂര്യൻ ശനി, 7 ശൂന്യം, 8-ൽ കേതു, 9, 10 ഭാവങ്ങൾ ശൂന്യം, 11-ൽ കുജൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളുടെ ഗ്രഹനില കൂടിയാണത്. എന്തുകൊണ്ടാണത്? അതിലേക്ക് വരുന്നതിന് മുൻപ് കന്നി ലഗ്നം ഭരിക്കുന്നത് ബുധൻ, നിൽക്കുന്നത് 5-ൽ. അറിവിൻ്റെ കാരക ഗ്രഹം ബുധൻ. ലഗ്നത്തിൽ ചന്ദ്രനുണ്ട്, രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയുമുണ്ട്. ബുധ ലഗ്നമായതുകൊണ്ട് തന്നെ ഈ വ്യക്തി പുതിയ പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങൾ ഓരോ ദിവസവും ദിനം പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം മനസ്സിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രക്രിയ അറിഞ്ഞോ അറിയാതെയോ ആ തോട്ട് പ്രോസസ്സ്, ആ ചിന്താരീതി തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ധാരാളം ഗുണങ്ങളും നേട്ടങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ബുദ്ധിമുട്ട് ഉള്ള ഒരു ഗ്രഹനില തന്നെയാണത്. അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ വിവാഹാലോചനകൾ പലതും കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ചേരുന്നില്ല എന്നതുകൊണ്ട് അത് വിട്ടകന്ന് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്? വളരെ ലളിതമാണ് ഉത്തരം. ലഗ്നാൽ 7-ാം ഭാവാധിപൻ വ്യാഴം 3-ൽ ഗുളികനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10ാമത്തെ ദൃഷ്ടി. അതുപോലെ തന്നെ ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹ കാരക ഗ്രഹം ശുക്രൻ 4-ൽ നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി. അപ്പോൾ 7-ാം ഭാവാധിപൻ ഗുളികനോടൊത്ത് നിൽക്കുന്നു എന്നത് ഒന്നാമത്തെ റീസൺ. അവിടേക്ക് സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10ാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് 2ാമത്തെ കാരണം. അതുപോലെ തന്നെ വിവാഹ കാരക ഗ്രഹം ശുക്രൻ നിൽക്കുന്നിടത്തേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി എന്നത് 3ാമത്തെ കാരണം. ഈ 3 കാരണങ്ങൾ വളരെ ശക്തമാണ്, പ്രബലവുമാണ്. ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാന സിംറ്റം, ലക്ഷണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പല വിവാഹ ആലോചനകൾ വരും. ചിലത് വളരെ അടുത്ത് തന്നെ വരും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് തട്ടിയകന്ന് വിട്ടകന്ന് മാറി പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇത്തരക്കാർക്ക് കാണുന്ന ഒരു പ്രധാന രീതി എന്ന് പറയുന്നത്. ഉപരി ഇത്തരം ഗ്രഹനിലകൾ ചേർക്കുന്ന സമയത്ത് പ്രധാനമായും വരുന്നയാളുടെ ഗ്രഹനില കൃത്യമായും നോക്കി മനസ്സിലാക്കി പൊരുത്തക്കേടുകൾ മനസ്സിലാക്കി ചേർക്കാവുന്നതാണ് എങ്കിൽ മാത്രമേ ചേർക്കാവൂ. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവേ 7-ാം ഭാവാധിപൻ വ്യാഴമാവുകയും അവിടേക്ക് ശനിയുടെ ദൃഷ്ടി അല്ലെങ്കിൽ ശനി ഒപ്പം നിൽക്കുന്ന അവസ്ഥയോ വന്നു കഴിഞ്ഞാൽ തന്നെ വിവാഹം അല്പം നീണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോർമൽ കേസിൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അവിടെയാണ് 7-ാം ഭാവാധിപനോടൊത്ത് ഗുളികൻ തന്നെ നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായി ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പോസിബിലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം തൻ്റെ 5ാമത്തെ ദൃഷ്ടി വിവാഹ സ്ഥാനത്തേക്ക് നടത്തുന്നുണ്ട്. അത് വലിയ ഒരു സാധ്യത തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായി ചിട്ടവട്ടത്തോടു കൂടി തന്നെ പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ, വ്യാഴദശ നടക്കുന്നു, ഗുരുവിൽ ഗുരു സ്വാപഹാരം, പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അപ്പോഴും വരാൻ പോകുന്നയാളുടെ ഗ്രഹനില കൃത്യമായി മനസ്സിലാക്കി ലഗ്നങ്ങൾ തമ്മിൽ 7-ാം ഭാവങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ, ഉപരി ശുക്രൻ്റെ അവസ്ഥ കൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തി മാത്രമേ വിവാഹം എന്ന പ്രക്രിയയിലേക്ക് ഇത്തരക്കാർ പോകാവൂ. അതുപോലെ തന്നെ ലഗ്നാൽ 6-ൽ രോഗസ്ഥാനത്താണ് ശനിയും സൂര്യനും നിൽക്കുന്നത്. സൂര്യനും ശനിയും ബദ്ധശത്രുക്കളാണ്. ആയതുകൊണ്ട് തന്നെ ഇത് 6-ൽ രോഗസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ പ്രഷർ സംബന്ധമായിട്ടുള്ള രക്താതിസമ്മർദ്ദം മുതലായിട്ടുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ശ്രദ്ധ ഇത്തരക്കാർക്ക് പൊതുവേ എടുത്തു പോകുന്നത് നല്ലതാണ്. പ്രഷർ എന്ന് പറയുന്ന അസുഖം ഇത്തരക്കാർക്ക് പൊതുവേ ധാരാളമായിട്ട് ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗസ്ഥാനത്ത് നിൽക്കുന്ന ശത്രുക്കളുമാണ് സൂര്യനും ശനിയും ഇവിടെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഉപരി 1, 2, 3, 4, 5, 6, 7, 8 നീചനായി നിൽക്കുന്ന കുജൻ്റെ 8ാമത്തെ ദൃഷ്ടിയും ശനി നിൽക്കുന്ന ഇടത്തേക്ക് വരുന്നുണ്ട്. അതും നേരത്തെ പറഞ്ഞ
രോഗ സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് അല്പം നല്ലതല്ലാത്ത ഫലങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പൊതുവേ 6-ാം ഭാവവുമായോ 8-ാം ഭാവവുമായോ കുജൻ ഏതെങ്കിലും രീതിയിൽ നിൽക്കുകയോ ദൃഷ്ടിയിൽ വരുന്നതോ തന്നെ അല്പം നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ അവിടെ ശനി നിൽക്കുകയും അവിടേക്ക് നീചനായി നിന്നുകൊണ്ട് കുജൻ ദൃഷ്ടി ചെയ്യുകയും അവിടെ സൂര്യൻ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കുള്ള സാധ്യത പൊതുവേ കൂടുതലാണ്. അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ, മുൻകരുതലുകൾ നടത്തി തന്നെ, ഭക്ഷണക്രമത്തിലൊക്കെ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ വേണം ചെറുപ്രായത്തിലെ ഇത്തരക്കാർ പോവാനായിട്ട്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ഗ്രഹനില തന്നെയാണിത്. വളരെ സമർത്ഥനായിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണിത്. ചിന്താശേഷി കൂടുതലാണ്. അറിവ് നേടാനുള്ള താല്പര്യം കൂടുതൽ തന്നെയാണ്. അറിവ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരല്പം വൈകുക, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒത്തു വന്നിട്ട് മാറിപ്പോകുന്ന അവസ്ഥയൊക്കെ ഇത്തരക്കാർക്ക് പൊതുവേ സാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. 7-ാം ഭാവാധിപൻ ഗുളികനോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ പ്രധാന നെഗറ്റീവാണ്. അവിടേക്ക് കുജൻ്റെ നീചനായിട്ടുള്ള കുജൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10ാമത്തെ ദൃഷ്ടി വരുന്നുവെന്നതും അല്പം ടഫായിട്ടുള്ള ഒരു നെഗറ്റീവ് തന്നെയാണ്. ഉപരി വിവാഹകാരക ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുവെന്നതും അല്പസ്വല്പം ടഫായിട്ടുള്ള ഒരു നെഗറ്റീവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുക്കേണ്ടുന്ന ടൈമിൽ തന്നെ എടുത്ത് പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പരിഹാരം എന്ന പേരിൽ ചെയ്തു വരുന്ന പല കാര്യങ്ങളും പല ആളുകൾക്കും തീർത്തും വളരെ മോശമായിട്ടുള്ള ഫലങ്ങളാണ് ചെയ്യുന്നത്. അത് അറിവില്ലായ്മ കൊണ്ടാണ് ഇവർ ശരി എന്ന പേരിൽ വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിനംപ്രതി അത് ആദ്യം ഒഴിവാക്കുക. തെറ്റിനെ ഒഴിവാക്കുമ്പോൾ തന്നെ ശരി സംഭവിക്കാനുള്ള സാധ്യതയെ അവിടെ കൂട്ടും. അതിന് തക്കോണമുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് സാധ്യതയേറുമെന്നും മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അത്തമാണ് നക്ഷത്രം. ചന്ദ്രദശയിൽ ജനിച്ചു. 2001 വരെ ചന്ദ്രൻ, അതിനുശേഷം ചൊവ്വ 7 കൊല്ലം, അതിനുശേഷം രാഹു 2026 വരെ, അതിനുശേഷം വ്യാഴം 2042 വരെ, ശേഷം ശനി, ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ നേരത്തെ പറഞ്ഞു. ഗുരുവിൽ ഗുരു 1-2-2026 തൊട്ട് 21-3-2028 വരെ. എന്ന് വെച്ചാൽ ഇദ്ദേഹം വിവാഹത്തിന് ആലോചിച്ചിരുന്ന സമയം ഇത്രയും കാലവും രാഹു ആയിരുന്നു. 2026 ഫെബ്രുവരി 1-ാം തീയതി വരെ രാഹു ദശയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും രാഹു, പ്രത്യേകിച്ചും ഗുളികൻ്റെ ദൃഷ്ടിയുള്ള രാഹുവാണ്, നല്ലതല്ല. അപ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങളെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഒഴിവാക്കി ശരിയായിട്ടുള്ള പരിഹാരങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാവുക തന്നെ ചെയ്യും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.